ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റാഫീഞ്ഞയുടെ പരിക്കുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ അർദ്ധരാത്രി CBF പുറത്തിറക്കിയിരുന്നു. അപ്പോൾ തന്നെ നമ്മളത് വീഡിയോ ചെയ്തതാണ്. അതായത് റാഫീഞ്ഞയുടെ പരിക്ക് അതൊരൽപ്പം പ്രശ്നമാണ്, പക്ഷേ വേൾഡ് കപ്പ് ടീമിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കില്ല എന്നുള്ളത് CBF സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഗ്ലോബോ നൽകിയിട്ടുണ്ട്. അതായത് റാഫീഞ്ഞ ഇനി എന്നാണ് തിരിച്ചു വരിക, ബ്രസീലിന്റെ പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റാഫീഞ്ഞക്ക് അടുത്ത സ്കോട്ട്ലാൻഡിനെതിരെയുള്ള മത്സരം നഷ്ടമാകും. മാത്രമല്ല റൗണ്ട് ഓഫ് 32 മത്സരവും റാഫീഞ്ഞക്ക് നഷ്ടമാകും. റാഫീഞ്ഞ തിരിച്ചെത്തുകയാണെങ്കിൽ അത് പ്രീ ക്വാർട്ടർ മത്സരങ്ങളിലേക്ക് മാത്രമായിരിക്കും എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രീ ക്വാർട്ടർ ആവുമ്പോഴേക്കും റാഫീഞ്ഞയെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബ്രസീലിന്റെ ലക്ഷ്യം. എന്നാൽ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ റാഫീഞ്ഞ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ക്വാർട്ടർ ഫൈനലിലാണ് റാഫീഞ്ഞ കളിക്കാനുള്ള ഒരു ബെസ്റ്റ് പോസിബിലിറ്റി ഇവിടെ കാണുന്നത്. കാരണം 2 ആഴ്ചയോളം അദ്ദേഹത്തിന് ഇപ്പോൾ വിശ്രമം ആവശ്യമായി വരികയാണ് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയായാലും വേൾഡ് കപ്പ് ടീമിൽ നിന്നും റാഫീഞ്ഞയെ ഒഴിവാക്കാൻ ഇപ്പോൾ ബ്രസീൽ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ബ്രസീൽ ക്വാർട്ടർ ഫൈനലിന് യോഗ്യത നേടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി റാഫീഞ്ഞയെ കളിക്കളത്തിൽ കാണാൻ സാധിക്കുക. പ്രീ ക്വാർട്ടറിൽ റാഫീഞ്ഞയെ തിരിച്ചെത്തിക്കാനാണ് ബ്രസീലിന്റെ പ്ലാനുകൾ. അതിനു വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ അത് സാധ്യമാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. സമീപകാലത്ത് ഹാംസ്ട്രിങ് ഇഞ്ചുറി വല്ലാതെ അലട്ടുന്ന ഒരു താരമാണ് റാഫീഞ്ഞ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.